എരിശ്ശേരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വൻപയർ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് തലേദിവസം വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഇത് 2 റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഈ ഒരു എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 4 വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മത്തങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതിയോളം മതി കേട്ടോ, അത്ര വേണ്ടുള്ളൂ. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സൈസ് വലുതായാലൊന്നും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ചട്ടിയിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ ഇങ്ങനെ കൈ വിടാതെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് ലാസ്റ്റാണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം. തേങ്ങ അരിപ്പുണ്ടല്ലോ, അതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം നല്ല ജീരകം, 1 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മത്തങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വൻപയർ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പകുതിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തേങ്ങാരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് ഇതാ ഈ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വറുത്ത തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു, അതും ചട്ടിയിലാണല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ആ ഒരു ചൂടിൽ നമ്മളിതൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കല്ലിലിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പണിയുള്ളൂ. നമ്മൾ അടിപൊളിയായിട്ടുള്ള എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്